ഗായ്സ്, ഈ രാവിലെ ഈ ഓടിപ്പടിച്ച് പോകുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ കോളേജിലൊക്കെ ഇറങ്ങും. അല്ല 6 മണിക്ക് ഞങ്ങളോട് കോളേജിലെല്ലാം പറഞ്ഞ് ഞങ്ങൾ 6 മണിയാകുമ്പോൾ എണ്ണീറ്റ് 6 ആകുമ്പോൾ ഓടുക. പൊതുവേ 8 മണിക്ക് തുടങ്ങുന്ന ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കും ഇവർ 6 മണിക്ക് ചെല്ലാൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഏകദേശം അറിയാവുന്നുണ്ട്. എല്ലാ വട്ടം പരിപാടിക്ക് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് കുത്തിയിരിക്കുന്നത് എനിക്ക് താമസിച്ചോടാണ്. എന്തായാലും 6:30 എന്നപ്പോഴും പരിപാടി തുടങ്ങിയിട്ടില്ല. അങ്ങനെ നമുക്കൊരു ജാഥ ഉണ്ടായിരുന്നു, വേറെ ഒന്നിൻ്റെയും അല്ല. കാർഗിൽ വിജയ് ദിവസത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത്. അപ്പം നമുക്ക് ഒരു വലിയ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ നടന്ന് വേറൊരു സ്ഥലത്തേക്കാണ് നമ്മളെ കൊണ്ടുപോയത്. അവിടെ പ്രോഗ്രാം നടക്കുന്നിടത്തേക്കാണ് കൊണ്ടുപോയത്. പിന്നെ അവിടെ നിന്ന് കുറേ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞു. ആ തുംകൂര് മൊത്തം നടന്നോന്ന് എനിക്ക് സംശയമില്ല, അതില്ല അതേപോലെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയോ ചെണ്ടമേളം പോലത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് കർണാടക സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ നമ്മുടെ ഫ്ലാഗ് ഒക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നമ്മൾ കുറേ നേരം പിന്നെ വന്ദേ മാതരമൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടിയില്ല, പാട്ടിനൊക്കെ ഇട്ട് ആസ്വദിച്ച് നമ്മൾ എന്തായാലും പരിപാടിയൊക്കെ അടിപൊളിയാക്കി. എന്തായാലും അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മുടെ ഫ്ലാഗൊക്കെ വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ. പക്ഷെ നടക്കുന്ന കാര്യം എൻ്റെ ഇഷ്ടമെന്നുള്ള കാര്യമല്ല കേട്ടോ. തുടക്കത്തിൽ രസം ഉണ്ടായിരുന്നാലും പിന്നീട് അത്ര രസം എനിക്ക് തോന്നിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നഡ പ്രസംഗമൊക്കെ ആയിരുന്നു, എന്നൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. എന്തൊക്കെയോ പറയുന്നവർ എന്തൊക്കെയോ ഒന്നും മനസ്സിലാവാതെ ചുമ്മാ അതെല്ലാം കേട്ടോണ്ടിരിക്കുന്നു. പിന്നെയാണ് ഓൾറെഡി രാവിലെ തന്നെ എണീച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഫുഡ് പോലും കഴിച്ചില്ല. അപ്പോൾ അതിന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇരുന്നിരുന്ന് കാലും കയ്യും വയ്യ, വെയിലും കൊണ്ട് ഫുഡ് കിട്ടാതെ വിശന്ന് അലഞ്ഞ് പണ്ടാരം. പിന്നെ അവർ ഫുഡ് തന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയിരുന്നു. അതിനകത്തൊരു പേനയും ഒരു ബുക്കും പിന്നെ എന്തൊരു പേപ്പർ ഉണ്ടായിരുന്നു. എന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ കാണാനുള്ള ഭംഗി അത്രയും തിന്നാനില്ലായിരുന്നു. ഇറക്കിയെടുക്കാൻ പറ്റ പാട് എനിക്ക് മാത്രമേ അറിയൂ. ഇപ്പോൾ പിന്നെ അതൊക്കെ ശീലമായതുകൊണ്ട് എന്ത് കിട്ടിയാലും ഇറങ്ങും, അത് വേറെ കാര്യം. പിന്നെ ഞങ്ങൾ ആ വിശപ്പ് മാറ്റാനും ഇത് മാറ്റാനും വേണ്ടി ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ തിന്നിട്ട് വീണ്ടും കുറച്ച് എനർജറ്റിക് ഒക്കെ ആയിട്ട് വീണ്ടും നമ്മൾ പ്രസംഗത്തിലേക്ക് വീണ്ടും തിരിച്ചു പോയിരിക്കുന്നു. എന്നും മനസ്സിലാവുന്നില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ വീണ്ടും മനസ്സിലാവുന്ന രീതിയിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നേരെ വീണ്ടും ഹോസ്റ്റലിൽ ചെന്ന് കട്ടിലേക്ക് കയറി കഴിഞ്ഞ് പിന്നെ എന്താ നടന്നതെന്ന് ഓർമ്മയില്ല. കണ്ണ് തുറന്ന് വൈകുന്നേരമാണ്, അതേപോലെ ക്ഷീണമായിരുന്നു.